ഹായ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട സ്റ്റോറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ചാനൽ കയറിക്കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്കി കേൾക്കാം അല്ലേ. അത് കൊള്ളാലോ, ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. അല്ല, അവരിപ്പോൾ എവിടെയുണ്ട്? എനിക്കറിയാൻ പാടില്ല, ബാംഗ്ലൂരിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്നിട്ട് ഈ കെയ്ത്തെ അന്വേഷിച്ചു പോയില്ലേ? എന്തിന്? എനിക്ക് അവളെക്കാളും നല്ലതൊന്നിനെ കിട്ടിയല്ലോ. ഇതാവുമ്പോൾ തൊള്ളയും സഹിക്കണ്ട, ചിലവിനും കൊടുക്കണ്ട. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ആ പാവത്തിന് എപ്പോഴെങ്കിലും ഒന്ന് കൂടണമെന്ന് തോന്നുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ പോയി കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കും. ആഹാ, കൊള്ളാലോ. ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം അല്ലേ ഇക്ക? എന്ത്? അല്ല, ഇക്കയുടെ ഒരു ഭാഗ്യം. മോൾ അതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് ഞാൻ അറിയാതെ പറഞ്ഞതാ. പെട്ടെന്ന് കാറിൻ്റെ ഡോറടയ്ക്കുന്ന സൗണ്ട് കേട്ടു. ഇക്ക അവർ വന്നെന്ന് തോന്നുന്നു. ഞാൻ അതും പറഞ്ഞ് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോയി. ആ സമയം ഇക്കയും പുറത്തൂടെ അങ്ങോട്ട് വന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മയും ഉപ്പയും കൂടെ ഉപ്പയുടെ കൂട്ടുകാരനും വീട്ടിലേക്ക് വരുന്നു. ഞാൻ കയ്യിലുള്ള ഗ്യാസ് ബുക്കും പൈസയും അബ്ബാസിക്കൊക്കെ കൊടുത്തു. അബ്ബാസേ, നിനക്കിപ്പോൾ ഇതാണോ പണി? നിൻ്റെ ഓട്ടോ എവിടെ? അബ്ബാസിക്കയെ കണ്ട് ഉപ്പ ചോദിച്ചു. ഞാൻ തൽക്കാലം കയറിയതാ. മുമ്പുള്ള ചെറുക്കന്മാർ നേപ്പാളിലോട്ട് പോയി. ആളില്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാ. എന്നാൽ പിന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് തുടരാലോ. നല്ല പണിയല്ലേ, എന്നും ജോലിയും ഉണ്ടാകും. പിന്നെ അത്യാവശ്യം ശമ്പളവും ഇല്ലേ നിനക്ക്? അതൊക്കെ ഉണ്ടുപ്പ. പക്ഷേ ഇതിങ്ങനെ എടുത്തു കയറ്റണം, നല്ല പാടാ. അത് ശരിയാടാ. നീ അകത്തേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഉപ്പ ഇക്കയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇല്ലുപ്പ, ഞാൻ പോട്ടെ. ഇനിയും കുറേ വീട്ടിൽ പോകാനുണ്ട്. പിന്നീട് ഒരിക്കൽ വരാം. അല്ല ബസ്സേ, ഈ ലോഡ് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാലിയാവില്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്കും പണിയെല്ലാം കഴിയും. പിന്നെ കാലിക്കുറ്റിയെല്ലാം ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇറക്കി വണ്ടി കാലിയാക്കും. എന്താ ഉപ്പ ചോദിച്ചത്? അല്ല ബസ്സേ, നമ്മുടെ വലിയ പറമ്പിലുള്ള വീട് ഒന്ന് കാലിയാക്കി അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ഞാൻ വാടകയ്ക്ക് കൊടുത്താലോ എന്ന് വിചാരിക്കാം. അത് നല്ല കാര്യമാണ്. എത്രയാന്ന് വെച്ചിട്ടാ ഇങ്ങനെ പൂട്ടിയിടുന്നത്? അപ്പോൾ നീ ഒരു ദിവസം ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരണം. നമുക്കതൊക്കെയൊന്ന് പോയി എടുത്തു വരണം. അധിക സാധനങ്ങളൊന്നുമില്ല, കുറച്ച് കസേരയും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളേ ഉള്ളൂ. അതിപ്പോൾ ഉപ്പ, ഞാൻ വരണമെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിയാകും. അപ്പോൾ വന്നാൽ മതിയോ? ആടാ, അത് മതി. പിന്നെ ധൃതി പിടിച്ച് വരണ്ട, 2 ദിവസമായാലും കുഴപ്പമില്ല. അങ്ങനെ ഉപ്പ പറഞ്ഞതുമനുസരിച്ച് അബ്ബാസിക്ക പോയി. ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് കയറിയിരുന്നു. കൂട്ടത്തിൽ ഉപ്പയുടെ കൂട്ടുകാരൻ ആലിക്കുട്ടിയും. ഇയാൾ പണ്ടേ ഒരു വായി നോക്കിയ എന്നെ കാണഞ്ഞിട്ടാണ് അയാളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഉപ്പാക്കും ഉമ്മക്കും ആളൊരു പുണ്യാളനാ. ഡോ, തൻ്റെ മരുമോള് ആകെ തടിച്ചല്ലോ. അയാൾ എന്നെ നോക്കി ഉമ്മയോട് പറഞ്ഞു. ആര് പറഞ്ഞു? അവള് ക്ഷീണിച്ചിരിക്കുക. ഉമ്മ അയാൾക്കുള്ള മറുപടി കൊടുത്തു. ക്ഷീണിക്കാനോ? അതിന് അവനെവിടെ ഇല്ലല്ലോ. അവനുണ്ടാവുമ്പോഴല്ലേ ക്ഷീണമൊക്കെ ഉണ്ടാകൂ. അയാൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടമായില്ല. ഞാൻ മുഖം തിരിച്ച് കിച്ചണിലേക്ക് പോയി. അയാളുടെ ഊള കോമഡിയും കേട്ട് ഉമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ ആ സമയം ബാത്റൂമിലേക്ക് എങ്ങോട്ടോ പോയി. ഉമ്മയുടെ കൂടെ ഉപ്പയില്ലാത്ത സമയമെല്ലാം അയാൾ ഉമ്മയോട് ഇതുപോലുള്ള പല കോമഡികളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഉമ്മയൊരു മണ്ടി ആയതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ട് ചിരിക്കും. ആ കോമഡിയിലുള്ള അർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉമ്മക്കറിയില്ല. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ഉച്ചയുറക്കത്തിൽ മയങ്ങിയ ഞാൻ പെട്ടെന്ന് ഒരു ബെല്ലടി കേട്ട് ഉണർന്നു. നെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് തുടർന്നു. ഉപ്പയും ഉമ്മയും ഉച്ചയുറക്കത്തിലായതുകൊണ്ട് ഞാൻ തന്നെ പോയി കതക് തുറന്നു നോക്കി. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച 2 പേരും, കൂടെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ഷംസുവും. ഉപ്പ എവിടെ മോളെ? കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു. ഇവിടെയുണ്ട്, ഉറങ്ങുക.
ഉപ്പ വരാൻ പറഞ്ഞിരുന്നു. മോൾ ഉപ്പയൊന്ന് വിളിക്കാമോ? ആ, നിങ്ങൾ കയറിയിരിക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഞാൻ അതും പറഞ്ഞ് ഉപ്പയുടെ റൂമിലേക്ക് നടന്നു. നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുന്ന ഉപ്പയും ഉമ്മയും കണ്ടപ്പോൾ ആദ്യം എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. വിളിച്ചല്ലേ പറ്റൂ. ഞാൻ പതിയെ ഉപ്പയെ വിളിച്ചു. എൻ്റെ വിളി കേട്ട ഉപ്പ ഉടൻ തന്നെ എഴുന്നേറ്റ് കാര്യം തിരക്കി അവരുടെ അടുത്തേക്ക് നടന്നു. ആരടി വന്നിരിക്കുന്നേ? ഉമ്മ അവിടെ തന്നെ കിടന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ആരാണെന്ന് എനിക്കറിയില്ല, ഉപ്പ വരാൻ പറഞ്ഞിട്ട് വന്നതാണെന്നാ പറഞ്ഞേ. ആ, നീ പോയി അവർക്ക് വല്ല വെള്ളവും കലക്കി കൊടുക്ക്. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണം. ഉമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നുറങ്ങി. കിച്ചണിൽ പോയി സർബത്തുണ്ടാക്കി ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്തോ സ്ഥലക്കച്ചവടത്തിന് പറ്റിയായിരുന്നു അവരുടെ ചർച്ച. ഞാനത് കേൾക്കാൻ നിൽക്കാതെ കിച്ചണിലേക്ക് വന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മൂത്തവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം, ഇല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് പൊളിക്കും. വീട്ടിലുണ്ടായിരുന്ന 3-4 നേന്ത്രപ്പഴമെടുത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 2 വട്ടം ഷംസുനെ ഞാൻ കണ്ടിട്ടും ഞാൻ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൻ ഞാൻ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ സ്കൂളിൻ്റെ ബസ്സിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. ഇന്നെന്താ സ്കൂൾ നേരത്തെ വിട്ടോ? ഞാൻ നേരെ പൂമുഖത്തേക്ക് ചെന്നു. എന്താടാ, ഇന്ന് നേരത്തെ സ്കൂൾ വിട്ടോ? ബസ് ഇറങ്ങി വരുന്ന കുട്ടികളെ കണ്ട് ഉപ്പ ചോദിച്ചു. ആ ഉപ്പുപ്പ, സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടു. മൂത്ത മോൻ അതും പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താടാ പതിവില്ലാത്തൊരു സ്നേഹം? നിനക്കുള്ളതൊക്കെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ അടുക്കളയിലേക്ക്. അതല്ല ഉമ്മച്ചി, നാളെ എൻ്റെ ക്ലാസ് ടീച്ചറുടെ ബർത്ത്ഡേയാ. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, പ്ലീസ് ഉമ്മച്ചി. ഓ അതാണോ, അത് നമുക്ക് കൊടുക്കാം. നീ വാ, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട ഉമ്മച്ചി, ആദ്യം നമുക്ക് പോയി ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം, വാ. അതും പറഞ്ഞ് അവരെൻ്റെ കൈ പിടിച്ച് വരിക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെ വരാനാ? നീ ഉപ്പുപ്പയുടെ കൂടെ പോയിട്ട് വാ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഉപ്പുപ്പ വേണ്ട ഉമ്മച്ചി, ഉമ്മച്ചി വന്നാൽ മതി, പ്ലീസ് ഉമ്മച്ചി, വാ. വാ എന്നാ ഞാൻ ഉപ്പുപ്പയോട് പറഞ്ഞു നോക്കട്ടെ. ഞാൻ അവളെയും വിളിച്ച് ഉപ്പയുടെ അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. എനിക്കിപ്പോൾ തീരെ വയ്യടാ, നീ ഇവനെയും കൂട്ടി നമ്മുടെ ഷംസുവിൻ്റെ വണ്ടി പോയിട്ട് വാ. ഉപ്പ ഷംസുവിൻ്റെ ഓട്ടോയിൽ പോകാൻ പറഞ്ഞു. എനിക്കത് തീരെ ഇഷ്ടമായില്ല. പക്ഷേ ഷംസുവിന് അതൊരുപാട് ഇഷ്ടമായെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വാ ഉമ്മച്ചി, നമുക്ക് പോകാം. ഉമ്മച്ചി വേഗം പോയി മാറിയിട്ട് വാ. മകൻ ആദിലത് പറഞ്ഞതും ഞാൻ മാറിയിട്ട് വരുന്നത് നോക്കിയിരുന്നു. രണ്ടാമത്തവൻ ആഷിഫ് ഒരു TV ഭ്രാന്തനായതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടു വന്നതും നേരെ TV-യുടെ മുന്നിൽ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ അധികം വൈകാതെ ഞാനൊരു പർദ്ദയും ഉടുത്തുകൊണ്ട് പോകാനായി ഒരുങ്ങി വന്നു. ഡി, വേഗം വന്നേക്കണം, ഇവർക്ക് പോകാനുള്ളതാ, ഉപ്പ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാനും മകനും ആ ഷംസുവിൻ്റെ ഓട്ടോയിൽ കയറിയിരുന്ന് കടയിലേക്ക് പുറപ്പെട്ടു. ഫ്രണ്ടിലെ നീളമുള്ള കണ്ണാടിയിലൂടെ ഷംസു എന്നെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്താ ഷംസു, നീ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് അതല്ല, കണ്ണാടിയിലൂടെ നിന്നെ കാണാൻ നല്ല ഭംഗി, അതുകൊണ്ട് നോക്കിപ്പോയതാ. മതി നിന്റെ ഭംഗി നോട്ടം, എൻ്റെ മകനിവിടെ ഇരിക്കുന്നുണ്ട്, അത് നീ മറക്കണ്ട. അതിനെന്താ, അവനവിടെ ഇരുന്നോട്ടെ എന്നേ. അല്ല, അഷ്റഫ് വിളിച്ചിരുന്നോ? ഇല്ല. ഞാൻ ഇന്നലെ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. അവനിപ്പോൾ നമ്മളെ ഒന്നും വേണ്ട, ഇപ്പോൾ കുറച്ച് പണക്കാരെ കിട്ടിയിട്ടുണ്ട്, അവരുടെ പിന്നാലെയാ. ഷംസ് പറഞ്ഞത് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ മകനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിലൊരു ഗിഫ്റ്റ് കടയിൽ കയറി ഞാനും അവനും ടീച്ചർക്കുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അധികം തിരക്കില്ലാത്ത ഒരു കട. ഞാനും മകനും വേറെ 2 ചേട്ടനും മാത്രമേ ആ കടയിലുള്ളൂ. പുറത്തുനിന്ന് ഷംസും എന്നെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഡാ, നീ ഇങ്ങോട്ടാണോ വന്നത്? പെട്ടെന്ന് എൻ്റെ പിറകിൽ നിന്നും ആ സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ആദിലിൻ്റെ കൂട്ടുകാരനായിരുന്നു. അവനും ടീച്ചർ കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങാനായി വന്നതാണ് അങ്ങോട്ട്. അവനെ കിട്ടിയപ്പോൾ പിന്നെ ആദിലിന് എന്നെ വേണ്ട. അവർ 2 പേരും ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവർക്കാണെങ്കിൽ ഒരുത്തിന് പറ്റുന്നത്
മറ്റവന് പറ്റുന്നില്ല, അവന് പറ്റുന്നത് ഇവനും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് വട്ടുപിടിച്ച് ഞാൻ അവിടെയുള്ള ഒരു കുഞ്ഞു സോഫയിൽ പോയിരുന്നു. ഞാൻ ഇരുന്നത് കണ്ട് ഷംസു ഓടി വന്ന് എൻ്റെ അടുത്തിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പോയില്ല. നിനക്കെന്താ ഖദീജ എന്നോടൊരു ദേഷ്യം? നിനക്ക് ഒന്ന് ചിരിച്ചൂടെ? എനിക്കാരോടും ഒരു ദേഷ്യമില്ല. നിങ്ങളെന്തിനാ ആ പാവത്തിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? അബ്ബാസിക്ക നിങ്ങളോട് എന്ത് ദ്രോഹ ചെയ്തത്? ഞാൻ ചോദിച്ചു. ഓ, അതാണല്ലേ അപ്പോൾ കാര്യം. ഞാൻ കരുതി എൻ്റെ വീഡിയോ കണ്ടിട്ടാവുമെന്ന്. ആളൊരു തരികിടയാ. ഓ, അപ്പോൾ താനോ? തൻ്റെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. നാണമുണ്ടോ തനിക്ക്? തനിക്ക് ഒരു ഭാര്യയും കുട്ടിയും ഉള്ളതല്ലേ? ഓ പിന്നെ, എനിക്ക് മാത്രമാണോ ഭാര്യയും കുട്ടികളുള്ളത്? എല്ലാം ഭാര്യയും കുട്ടികളും ഉള്ളവന്മാരൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നത്. അയാളും അങ്ങനെ ഒരുത്തൻ തന്നെയാ, ഷംസു പറഞ്ഞു. ആ, ആരെങ്കിലും എങ്ങനെയെങ്കിലും ആകട്ടെ, നിന്നെപ്പോലുള്ള ഉളവളോടൊന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഓ, അപ്പോൾ ഞാൻ നിനക്ക് ഓളയാണല്ലേ? അപ്പോൾ നിന്റെ ഭർത്താവ് ആരാ? അതൊന്ന് പറഞ്ഞു കാട്ടിക്കേ. ഷംസു, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ വെറുതെ നീ അഷ്റഫിക്ക് വലിച്ചിറക്കണ്ട. അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് കുറച്ചങ്ങോട്ട് മാറി നിന്നു. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. എന്നാൽ പിന്നെ നീ ബാക്കിയും കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി, ഷംസു പറഞ്ഞു. എന്ത് ബാക്കി? ഇന്നലെ മോള് ഒരു വീഡിയോ കണ്ടില്ലേ? ആ ചോദ്യം കേട്ടതും ഞാനൊന്ന് പേടിച്ചു. ആ, കണ്ടു. ഇനിയും കുറേ ഉണ്ടെന്ന് അബ്ബാസിക്ക പറഞ്ഞിരുന്നു. ആ, അതയാൾ പറഞ്ഞത് വളരെ ശരിയാ. ഇനിയും കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ അത് അയാളുടെ കയ്യിലില്ല, എൻ്റെ കയ്യിലാണ്. കാണണോ നിനക്ക്? ആ, നീ എങ്ങോട്ട് കണ്ടാൽ മതി. നിൻ്റെ ഊള വീഡിയോ. ഡാ അതിലെ കിട്ടിയോ എന്തെങ്കിലും? ഒന്നെടുത്തിട്ട് വാടാ, നമുക്ക് പോകാം. ആ ഉമ്മച്ചി, എനിക്ക് കിട്ടി. ഇവനും ഒന്ന് എടുത്തു കൊടുക്കട്ടെ, ഒരു 5 മിനിറ്റ്. എൻ്റെ ഖദീജ, നീ ചൂടാവല്ലേ. ഞാൻ എന്തായാലും നിൻ്റെ മുന്നിൽ നാറി. ഇനി അവനായിട്ട് അങ്ങ് വിലസണ്ട. ഇന്നലെ നീ കണ്ട വീഡിയോസിൻ്റെ ബാക്കി നിനക്ക് കാണണ്ടേ? ദാ നോക്ക്. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഷംസു എൻ്റെ നേരെ നീട്ടി. എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപ്പയോട് പറഞ്ഞു കൊടുക്കും. ഹാ, നീ കിടന്ന് തിളക്കല്ലേ. നീ ഇന്നലെ ആരുടെ കാലം നോക്കുന്നുണ്ടായിരുന്നില്ലേ? അവൻ്റെ ബാക്കി ഭാഗം ഇതിലുണ്ട്. എന്നാ നോക്ക്, നിനക്ക് ചിലപ്പോൾ അവനെ അറിയാൻ പറ്റും. അതും പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്ത് ഷംസു എൻ്റെ മുന്നിലേക്ക് നീട്ടിവെച്ചു. ചെറിയൊരു ഭയത്തോടെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി ആ വീഡിയോ കാണാൻ തുടങ്ങി. ഇന്നലെ എനിക്ക് അബ്ബാസിക്ക് കാണിച്ചു തന്ന അതേ വീഡിയോ. അതെല്ലാം നീ ഇന്നലെ കണ്ടതാ. കുറച്ച് മുന്നോട്ട് നീക്കി നോക്ക്. നീ തിരഞ്ഞ ആളെ നിനക്ക് കാണാം. ഷംസു പറഞ്ഞത് കേട്ട് ഞാൻ ആ വീഡിയോ കുറച്ച് മുന്നിലേക്ക് നീക്കി നോക്കി. ഡാ, ഇന്ന് രാത്രിയും ഇവർ തന്നെ മതി. നല്ല മുറ്റു സാധനങ്ങളാ. ആ ഡയലോഗും അത് പറഞ്ഞ ആളെയും കണ്ട് ഞാൻ ശരിക്കും തരിച്ചുപോയി. വായിലെ വെള്ളം വറ്റി. ഒരു തുള്ളി വെള്ളം പോലും വായിലില്ലാതെ ഞാൻ ആ കാഴ്ച കണ്ട് തകർന്നു പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ടില്ലേ നിന്റെ ഭർത്താവിൻ്റെ തനി ഗുണം? എന്തായിരുന്നു കുറച്ച് മുമ്പ് പറഞ്ഞു കൂട്ടിയതെല്ലാം? ഇനിയുമുണ്ട് പല വെറൈറ്റീസ്. കാണണം നിനക്ക്? ഷംസു എന്നോട് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ മുഴുവനായിട്ടും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നല്ല പച്ചയ്ക്ക് തന്നെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.